നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ തീല എന്റെ പ്രതികാരം അവസാനിക്കാൻ പോകുന്നേ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ലെന്ന്. ഞാൻ ഇല്ലാതിരുന്നിട്ട് നിനക്കതിന് കഴിയിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോ മനസ്സിൽ ഇത്രയും പ്രതികാരം ബാക്കി വെച്ചാവും നിന്റെ മരണം. അതിന് കാരണക്കാരനാകുന്നത് ഈ ഞാനും. എനിക്കറിയാം, ഏത് നിമിഷം വേണേലും നിങ്ങൾക്ക് എന്നെ കൊല്ലാമെന്ന്. അങ്ങനെ നീ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം മുൻപ് വെട്ടി അരിയും ഞാൻ എല്ലാത്തിനെയും. നിന്റെ വീട്ടിൽ ഈ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് നിന്റെ മുഖത്ത് നോക്കി ഞാനിത് പറയണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം കോൺഫിഡന്റ് ആയിരിക്കും ഞാനെന്ന് ഒന്ന് ഓർത്ത് നോക്ക്. എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാനിത് പറഞ്ഞു തീർക്കുന്നതിന്റെ അവസാനം നീ എന്നെ തല്ലുന്നു. അല്ല, അതല്ലേ അറിയൂ. മരിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് നിന്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുന്ന എന്നെയാണോ നീ തല്ലിപ്പേടിപ്പിക്കാൻ നോക്കുന്നേ? എന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചാലും ഇവിടെ ഇട്ട് വെട്ടി നുറുക്കിയാലും ഒരു തരി ഭയമോ സംശയോ അവന്തിയേക്കില്ല നന്ദ. എല്ലാത്തിനും ഒടുവിൽ ഒരിത്തിരി ജീവനെങ്കിലും എന്നിൽ ബാക്കിയുണ്ടെങ്കിൽ ഈ വീടടക്കം ഞാൻ ചുട്ട് ചാമ്പലാക്കും. നീ നോക്കിക്കോ. അല്ലെങ്കിൽ എന്നെ ദാ ഇങ്ങനെ വിളിക്കാം. നിന്റെ തന്ത മുതൽ നീ വരെ ഈ വീട്ടിൽ ജീവനറ്റ് കിടക്കുന്നത് എനിക്ക് കാണണം. കൂടി എന്റെ അച്ഛനെയും സഹോദരങ്ങളെയും ഇതുപോലെ പറഞ്ഞാൽ നിന്റെ ദൂഷിച്ച ആ നാവുണ്ടല്ലോ, അത് ഞാൻ പിഴുതെടുക്കും. എന്താ അവന്തികേ? ഇവിടെ എന്താ ഒരു ബഹളം കേട്ടത്? ഏയ്, ഒന്നുമില്ല അച്ഛാ. അവന്തികയുടെ നെറ്റി എന്താ മുറിഞ്ഞിരിക്കുന്നത്? അത് ഇവള് ശ്രദ്ധിക്കാതെ നടന്നപ്പോ കാല് തട്ടി ഇവിടെ ഇടിച്ചതാ. സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞ കേക്കില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ പോണോ മോളെ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ. ചെറുതായിട്ടൊന്നും മുറിഞ്ഞേ ഉള്ളൂ. ഇവക്കുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുത്തോളാം. ശ്രദ്ധിച്ച് നടക്കണ്ടേ മോളെ? എന്തേലും പറ്റിയ എന്ത് ചെയ്യും? ഞാനും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിലും ഒരു ശ്രദ്ധയുമില്ല. മരുന്ന് എന്താണെന്ന് വെച്ചാൽ കൊടുക്ക അവൾക്ക്. ആ, അത് ഞാൻ ഏറ്റു. നിന്റെ അസുഖത്തിനുള്ള മരുന്ന് ഞാൻ തരുന്നുണ്ട്. നേരത്തെ നീ പറഞ്ഞ നിന്റെ ആ കോൺഫിഡൻസും കൊണ്ട് നീ ഇറങ്ങിയ രക്തം പൊടിയുന്നത് നിന്റെ നെറ്റിന്നാവില്ല, കഴുത്തുന്നായിരിക്കും.
അമ്മേ. ആ അച്ചു, ആ. നിങ്ങളെപ്പോ വന്നിടി? ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ. അച്ഛാ, അല്ല, നിങ്ങൾ എന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ വന്നേ? വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞു പോലും ഇല്ലല്ലോ. പെണ്ണിന്റെ കാര്യം. ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് കരുതിയതല്ല അമ്മേ. ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോ അർച്ചന പറഞ്ഞു ഇവിടുന്ന് കേറിയിട്ട് പോവാന്ന്. അങ്ങനെ കേറിയെന്നേ ഉള്ളൂ. ആശുപത്രി പോവാനോ? എന്താ, ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നോ? ഹേയ്, ഞങ്ങളെ തന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കാന്ന് കരുതി. അതിന് നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല അച്ഛാ, ഞങ്ങള് രണ്ടുപേരും ഒരു ചെക്കപ്പിന് പോകുന്നേ. മൂത്ത മോളെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടേ നിങ്ങൾ രണ്ടുപേരും ഇതുവരെ മുത്തശ്ശനും മുത്തശ്ശി ആയില്ലല്ലോ. അതിന്റെ കാരണം അറിയാനുള്ള ചെറിയൊരു ചെക്കപ്പ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ മാറ്റം വേണം. അല്ല, അത് കുറച്ചു നാളൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ മോനെ? അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യമുണ്ടോ? ബെസ്റ്റ്. ഇത് അവിടത്തെ അച്ഛനെങ്ങാനും കേട്ടാലുണ്ടല്ലോ ഓടിക്കും ഞങ്ങളെ. എപ്പോഴും അച്ഛൻ ഈ ആഗ്രഹം പറയുന്നു. അല്ല മോളെ, ഈ ചെക്കപ്പ് എന്നൊക്കെ പറയുമ്പോ അതില് ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല അച്ഛാ. സാധാരണ ചെയ്യാറുള്ളതാ ഇത്. എങ്കി പിന്നെ നാളെ പോയാ പോരെ? ഇന്നൊരു ദിവസം ഇവിടെ നിക്ക്. കൊറേ ദിവസം കൂടിയിരുന്ന് വന്നതല്ലേ അത്. നിൽക്കാനായിട്ട് മറ്റൊരു ദിവസം വരാമേ. സന്ധ്യ ഡോക്ടറോട് ചെല്ലാന്ന് പറഞ്ഞു പോയി. നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാവം അത് മാറിയല്ലോ. പേടിക്കണ്ടെന്നേ, ഒരു കുഴപ്പമില്ല. സച്ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ചെറിയൊരു ചെക്കപ്പാ ഇത്. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ വിളിക്കാം. എന്താ പോരെ? ഒന്ന് സമ്മതിക്കേ രണ്ടുപേരും. ഇനി നിന്നാ താമസിക്കും അർച്ചന. എന്നാ വാ പോവാം. പോകുന്നതിനിടയില് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി മാത്രം ഇവിടെ കയറിയത്. നിങ്ങളുടെ നിപ്പ് കാണുമ്പോ തോന്നാ ഇങ്ങോട്ട് കയറണ്ടായിരുന്നു. ധൈര്യമായിട്ടിരിക്കണ്ട അമ്മേ, ഞാൻ വിളിക്കാം. എന്നാ നമുക്ക് ഇറങ്ങാം സച്ചേട്ടാ. ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. വാർച്ചന. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.